നമസ്കാരം. രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആന്ധ്രാപ്രദേശിൽ നടക്കുന്നത്. ആന്ധ്രയിൽ തുടർഭരണം ഉറപ്പിച്ച മട്ടിലാണ് ജഗൻമോഹൻ റെഡ്ഡി. അത് തടയാൻ BJPക്കൊപ്പം ചേർന്നുള്ള പോരാട്ടത്തിൽ ചന്ദ്രബാബു നായിഡു, YSRൻ്റെ മകൻ തളർത്തിയ കോൺഗ്രസ് ആകട്ടെ YSRൻ്റെ മകളിലൂടെ പതിയെ തലയുയർത്താനുള്ള ശ്രമത്തിലുമാണ്. ഇന്ത്യ തിളങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ച് 2004 തെരഞ്ഞെടുപ്പിനെ നേരിട്ട BJPക്കെതിരെ സോണിയാഗാന്ധിയുടെ പക്കൽ YS രാജശേഖര റെഡ്ഡി എന്ന വജ്രായുധമുണ്ടായിരുന്നു. അന്നും 2009 ആന്ധ്രയിൽ നിന്ന് YSR നൽകിയ സീറ്റെണ്ണം രാജ്യത്തിൻ്റെ അധികാര കസേരയിലേക്ക് കോൺഗ്രസിനെ തിരിച്ചെത്തിച്ച മാന്ത്രിക സംഖ്യകളായി. കേന്ദ്രം UPAയും ആന്ധ്ര YSRും ഭരിച്ച കാലം. 2 പതിറ്റാണ്ടിന് ശേഷം YSRൻ്റെ മകളിലൂടെ ഒരനക്കമെങ്കിലും കോൺഗ്രസ് ആന്ധ്രയിൽ പ്രതീക്ഷിക്കുകയാണ്. സ്വന്തം കോൺഗ്രസ് ഉണ്ടാക്കിയ YSRൻ്റെ മകനാകട്ടെ സംസ്ഥാനത്ത് തുടർഭരണം ഉറപ്പിച്ച മട്ടിലും മാറ്റമില്ലാത്തത് എതിരാളിയുടെ കാര്യത്തിലാണ്. അന്ന് രാജശേഖര റെഡ്ഡിക്കും ഇന്ന് മകൻ ജഗൻമോഹൻ റെഡ്ഡിക്കും പ്രധാന എതിരാളി TDPയും N ചന്ദ്രബാബു നായിഡുവും. 1999 അച്ഛനെതിരെ നായിഡുവിനൊപ്പം നിന്ന് വിജയിച്ച പഴയ പരീക്ഷണം ജഗനെതിരെ BJP ആവർത്തിക്കുകയാണ്. അതിനിടെ ആന്ധ്രയുടെ സ്വഭാവത്തിൽ മാത്രം മാറ്റമുണ്ടായി. 2014 തെലങ്കാന വേർപെട്ടതോടെ സംസ്ഥാന നിയമസഭയിൽ സീറ്റെണ്ണം 175 ചുരുങ്ങി. ലോക്സഭാ സീറ്റ് 25. സംസ്ഥാനത്ത് കോൺഗ്രസിനെ ഏറെക്കുറെ വിഴുങ്ങിയ YSR കോൺഗ്രസ് തുടർഭരണം നേടുമെന്നാണ് പൊതുവെ പ്രവചനങ്ങൾ. കഴിഞ്ഞ തവണത്തെ തകർപ്പൻ വോട്ട് ശതമാനവും സീറ്റെണ്ണവും കുറഞ്ഞാലും ഭരണം നിലനിർത്താൻ ജഗനും അദ്ദേഹത്തിനായി തെരഞ്ഞെടുപ്പ് തന്ത്രം ഒരുക്കുന്നവരും പരിശ്രമിക്കുന്നു. അച്ഛൻ്റേതുപോലെ പദയാത്രകൾ പലതും നടത്തിയ ജഗൻ നിലവിൽ മേമന്ത സിദ്ധാന്തം ബസ് യാത്രയിലാണ്. അച്ഛൻ്റെ ജനപ്രീതിക്ക് മേൽ കെട്ടിപ്പൊക്കിയ പാർട്ടി അടിത്തറയാണ് സ്ഥിര നിക്ഷേപം. ഇക്കുറിയും അത് സഹായകരമാകുമെന്ന് ജഗനും കൂട്ടരും വിശ്വസിക്കുന്നു. ഇനി ഒരിക്കൽ കൂടി പുറത്തിരിക്കേണ്ടി വന്നാൽ പാർട്ടിയുടെ മാത്രമല്ല തൻ്റെയും കഥ കഴിയുമെന്ന തിരിച്ചറിവ് ചന്ദ്രബാബു നായിഡുവിനുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദി വിമർശനം മുഴുവൻ വിഴുങ്ങി BJPക്ക് കൈകൊടുത്തത്. ഒപ്പം നടൻ പവൻ കല്യാണിൻ്റെ ജനസേനയുമുണ്ട്. അഴിമതിക്കേസിൽ 2 മാസത്തോളം ജയിലിൽ കിടന്ന നായിഡുവിന് NDA പ്രവേശം ലൈഫ് ഇൻഷുറൻസ് പോലെയാണ്. കാരണം ജഗൻ വീണ്ടും അധികാരത്തിലെത്തിയാൽ നായിഡുവിൻ്റെ കുരുക്കു മുറുകുമെന്ന് ഉറപ്പാണ്. അത് ഒഴിവാക്കാൻ കേന്ദ്രത്തിൽ മോദി ഹാട്രിക് നേടുമെന്ന ചിന്തയിലാണ് നായിഡുവിൻ്റെ ചാഞ്ചാട്ടം. 2019 1.17% വോട്ട് മാത്രം ലഭിച്ച കോൺഗ്രസിന് YS ശർമ്മളയുടെ പ്രഭാവത്തിൽ നേരിയ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ആരും അത്ഭുതം പ്രതീക്ഷിക്കുന്നില്ല. സഹോദരനുമായി പിണങ്ങി കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്ത അവർ പാർട്ടിക്ക് അടിത്തറ നൽകാനുള്ള റാലികളിലാണ്. TDPയിൽ നിന്നെത്തി തെലങ്കാനയിൽ കോൺഗ്രസിന് ഭരണം നേടിക്കൊടുത്ത രേവന്ത് റെഡ്ഡി മാതൃകയാണ് പയറ്റുന്നത്. CPIക്കും CPMനും ലോക്സഭയിലേക്ക് ഓരോന്നും നിയമസഭയിലേക്ക് 8 വീതവും സീറ്റ് നൽകി ഇന്ത്യ സഖ്യധാരണ ഉറപ്പാക്കിയിട്ടുണ്ട്. ലോക്സഭയിലേക്ക് ശർമ്മള മത്സരിക്കുന്ന കടപ്പയിൽ, അതായത് YSRൻ്റെ പഴയ തട്ടകമാണ്, ജയിച്ച് അക്കൗണ്ട് തുറക്കാമെന്നാണ് അവർ മോഹിക്കുന്നത്. വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുകയാണ് മറ്റൊരു ലക്ഷ്യം. സഹോദരനെതിരായ കടുത്ത ആരോപണങ്ങൾ അതുകൂടി ലക്ഷ്യമിട്ടാണ്. എതിർകക്ഷികൾ ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് പുറമെ സിറ്റിംഗ് MPമാരെയും MLAമാരെയും കൂട്ടത്തോടെ മാറ്റിയുള്ള ജഗന്റെ പരീക്ഷണം YSR കോൺഗ്രസിന് തിരിച്ചടിയാണ്. സംസ്ഥാന വിഭജനം നടന്ന് 10 വർഷം കഴിഞ്ഞിട്ടും ആന്ധ്രയ്ക്കുള്ള പ്രത്യേക പദവി എന്ന ലക്ഷ്യം നേടാനാവാത്തത്, അമരാവതിയിൽ നിന്നുള്ള തലസ്ഥാന മാറ്റം വൈകുന്നത്, YS രാജശേഖര റെഡ്ഡിയുടെ സഹോദരനും മുൻ MPയുമായ YS വിവേകാനന്ദ റെഡ്ഡിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജഗനും കടപ്പ MP അരവിന്ദാക്ഷ റെഡ്ഡിക്കും എതിരെ ഉയർന്ന ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ എന്നിവയെല്ലാം ജഗൻ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. മറുവശത്ത് നായിഡുവിൻ്റെ കാര്യവും സുഖകരമല്ല.
കഴിഞ്ഞ 5 വർഷവും പാർലമെന്റിൽ BJPയെ സഹായിച്ച ജഗനെതിരെ BJP ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് എത്രമാത്രം വിശ്വാസ്യത ഉണ്ടാകുമെന്ന ചോദ്യം TDPക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. ആന്ധ്ര ജനതയുടെ വിശ്വാസം നേടാൻ ഇപ്പോഴും BJPക്കായിട്ടുമില്ല. അതുകൊണ്ട് ജഗനെതിരെ ഫലപ്രദമായ ഒരു മുന്നണിയാകും TDP BJP ജനസേന സഖ്യമെന്ന് ഉറപ്പില്ല. തനിക്കെതിരായ കോഴക്കേസുകളും തുടർന്നുള്ള അറസ്റ്റും സംബന്ധിച്ച കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് നായിഡുവിൻ്റെ വെല്ലുവിളി.